ഒരുപാട് രസകരമായ ഓർമ്മകളുണ്ട് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ. നമ്മൾ അന്നൊക്കെ ഇങ്ങനെയൊക്കെ വന്ന് ചർച്ച ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടൊരു സംഭവം പോലെയാണ് പലതും ഇപ്പം നമുക്ക് തോന്നുന്നത്. അന്ന് ഇതൊക്കെ വലിയ ടെൻഷനായിരുന്നു. ഇപ്പം ശരിയാണ്. ഒരിക്കലും മാമൻ മാപ്പിള അല്ലേ അവിടെ ഒരു പ്രോഗ്രാം തുറക്കുന്നുണ്ടോ? ഒരു കൊലക്കേസ്, കൊലക്കേസിൽ പ്രതികളായി ഞങ്ങൾ. അതറിയാലോ അല്ലേ? അത് നമ്മൾ മാമൻ മാപ്പിള മനോരമയുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് അവിടെ പന്തലൊക്കെ കഴിക്കാൻ നിൽക്കുന്ന ആളുകളൊക്കെ നമ്മളവിടെ പ്രോഗ്രാം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പതുക്കെ ഇറങ്ങാൻ നേരത്തെ നിൽക്കുമ്പോഴാണ് അവർ അഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗേറ്റിൽ വലിയ രണ്ട് വാഴ വെച്ചിട്ട് വാഴയിൽ വലിയ ചെന്തങ്കിൻ്റെ കൊലമായിട്ട് വെച്ചു. അപ്പോൾ അവർക്ക് പ്രോഗ്രാം കണ്ട സന്തോഷത്തിന് അവർ വന്നിട്ട് തൊഴിലാളികളാണ് ഇത് അഴിക്കുന്ന തൊഴിലാളികളാണ്. നിങ്ങൾക്ക് ഞങ്ങളുടെ ഒരു സന്തോഷമായിട്ട് വെച്ചോളൂ. കലാപന്റെ ബസ്സിലേക്ക് എടുത്തിട്ടു. നമുക്ക് സന്തോഷം വാങ്ങിച്ചു വെച്ച് പോരുന്ന വഴിക്ക് ഓരോരുത്തരായിട്ട് അവസാനം ഞാൻ സിദ്ധിക്കും എൻ്റെ ഡ്രൈവർ കേശവൻ ചേട്ടൻ മാത്രമായി വടന്ന് ഇറങ്ങിയപ്പോൾ ഈ കൊല അങ്ങോട്ട് ഉപേക്ഷിക്കാനായിട്ട് മനസ്സനുവദിക്കുന്നില്ല. വലിയ കൊല കേശവൻ ചേട്ടനോട് പറഞ്ഞ് എടുത്തോളാം. അപ്പോൾ കേശവൻ ചേട്ടൻ മാസത്തിൽ ഒരിക്കലും വീട്ടിൽ പോകുള്ളൂ. നിങ്ങൾ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞു. ഒരു കൊല എൻ്റെ തോളത്തോ ഒരു കൊല ലാലിൻ്റെ തോളത്തും തന്നു. ഞങ്ങൾ കൊലയായിട്ട് വന്നോണ്ടിരിക്കും. രാത്രി 2-3 മണിയായിട്ടുണ്ടല്ലോ. കയ്യില് ജുബ്ബയുടെ പൊതിയുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വരികയാണ്. അന്ന വഴിക്ക് ബീറ്റ് പോലീസ് പിടിച്ചു. അവിടെ പോവാ അല്ല ഞങ്ങള് വീട്ടിലേക്ക് പോകും. ഇതെന്താണത്? ഇതൊരു സമ്മാനം കിട്ടിയ അത് 3 മണിക്ക് ആ പൊതി മേടിച്ചഴിച്ചു നോക്കി. അതിനകത്ത് ജുബ്ബ. അതോടെ മൊത്തത്തിൽ കുഴപ്പമില്ല. 2 വേഷപ്പച്ചനായിട്ട് മോഷ്ടിക്കാൻ നടക്കുന്ന ആൾ. ഞങ്ങൾ പറഞ്ഞു കരഞ്ഞൊക്കെ പറഞ്ഞു ഇതാണ് സാറേ ഇങ്ങനെ ഇന്ന പ്രോഗ്രാമായിരുന്നു. അവരോട് എടുത്തോളാനൊക്കെ അവർക്ക് കൊടുത്തു. പക്ഷെ അവർക്ക് വേണ്ട, 20 മുതൽ വേണ്ടാത്ര. അത് കഴിഞ്ഞിട്ട് പരിചയമുള്ള ആരെങ്കിലും കൊണ്ട് പറയിപ്പിക്കുകയാണെങ്കിൽ തരാം, നിങ്ങൾ വിടാമെന്ന് പറഞ്ഞു. വീട് കുറച്ചപ്പുറത്ത് വീട്ടിൽ പോയി വീട്ടിലെ പരിചയക്കാരെന്നുകൊണ്ടാണ് കൊണ്ടുവരാൻ പറ്റില്ല. ഇപ്പോൾ അതിലേക്ക് പോലീസിനെ കൊണ്ടുവന്ന് ഞാൻ ഒരു ഹാർട്ട് അറ്റാക്ക് വരും. അപ്പോൾ പുല്ലേപ്പടി ജംഗ്ഷനിൽ അവിടെ അങ്ങ് ജംഗ്ഷനിൽ മൂസക്കാട് കടയാണ്, പൊട്ടുകട. അവിടെ പരിചയമുണ്ടെന്ന് തോന്നി. ഇവിടെ നിന്ന് 1.5 കിലോമീറ്റർ ഉണ്ട്. ഈ 2 കൊലയും തലയിൽ വെച്ചിട്ട് പുറകിൽ പോലീസ് നടന്ന് അവിടെ കൊണ്ടുപോയി പരിചയപ്പെട്ടു. മൂസക്കാരെന്ന് പറഞ്ഞു അത് നമ്മുടെ പിള്ളേര് എന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് പറഞ്ഞു ഓക്കെ എന്നാണ് പോയിക്കോ, കൊണ്ടുപോയിക്കോ. കൊല കൊണ്ടുപോയിക്കോളാം. കൊല വേണ്ട, കൊല മൂസക്കാക്ക് സമ്മാനിച്ചിട്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ ഇതൊന്നും അന്ന് നമ്മൾ വീട്ടുകാരോട് പോലും പറഞ്ഞിട്ടില്ല. കാരണം ഇതൊക്കെ ഓർക്കുമ്പോൾ ഒരു നടുങ്ങലാണ്. അവർക്ക് പിന്നീടൊക്കെ നമ്മളിത് പറഞ്ഞിട്ടുണ്ട്. തമാശയാണ്. കാരണം ആ കാലഘട്ടത്തിൽ നമ്മുടെ പല വേദനകളും കഷ്ടപ്പാടുകളും ദുഃഖങ്ങളും ഒക്കെ പിന്നീട് നമുക്ക് തമാശയായിട്ടാണ് വരുന്നത് അല്ലേ? ഞാൻ പോയതിനു ശേഷം കുറേ സംഭവങ്ങളുണ്ടല്ലോ ഇവരുടെ. ഞാനും പോന്നു. അപ്പോഴേക്കും സിദ്ദിഖ് പോകുന്നത് ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ പോന്നെ. അപ്പോൾ അല്ല അത് കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ പ്രോഗ്രാം കഴിഞ്ഞ് വരുന്ന സമയത്ത് തോക്ക് കാണിച്ച് പ്രശ്നം ഉണ്ടായത്? തോക്ക് കാണിച്ചിട്ട് അത് തൊടുപുഴ ഭാഗത്ത് പ്രോഗ്രാം കഴിഞ്ഞ് വരുമ്പോൾ വണ്ടിയുടെ മുമ്പിൽ ഒരാൾ വെള്ളം അല്ല തോക്ക് കാണിച്ചിട്ട് ആദ്യം ചോദിച്ച സിദ്ദീഖ് ലാലുണ്ടെന്ന് ചോദിച്ചു. അതന്നെ ഞങ്ങളില്ലാത്തത് കൊണ്ട് പൈസ മുഴുവൻ തിരിച്ചു വാങ്ങിച്ചില്ലേ? പ്രോഗ്രാം കണ്ട നടത്തിയിട്ട് സംഘാടകര് വഴിയിൽ വണ്ടി തടഞ്ഞു നിർത്തിയിട്ട് തോക്ക് കാണിച്ച് കൊടുത്ത പൈസ മൊത്തം തിരിച്ചു വാങ്ങിച്ചു. ലോക ചരിത്രത്തിലുണ്ടാവില്ല. കള്ളുകുടിച്ചിട്ട് വെളിവില്ലാത്ത ഒരാളാണ്. കള്ളുകുടിച്ചിട്ട് വെളിവില്ലാത്ത പ്രോഗ്രാം കണ്ട സങ്കടത്തിൽ പോയി വെളിവില്ലാതെ ഏതാണ് കുടിച്ചത്. പക്ഷെ ഇത് പിന്നെ കേസായി. അച്ഛൻ കേസ് കൊടുത്തു. കോടതിയിൽ വന്നു അല്ലേ? കോടതിയിൽ വന്നില്ലേ? കോടതിയിൽ വന്നിട്ട് നഷ്ടപരിഹാരമൊക്കെ തന്നു. ഇവര് കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ കോടതി ഈ പ്രോഗ്രാം കണ്ടു ഇവരെ. എന്നിട്ട് അവർക്ക് അനുകൂലമായിട്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ട് അവർക്ക് കാരണം അതിന് പൈസ കൊടുത്തവനടിക്കണമെന്ന് പറഞ്ഞു.